അയോൾ സഞ്ജു സാംസൺ. അങ്ങനെ സഞ്ജു സാംസൺ വീണ്ടും ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. സിംബാബ്വെക്കെതിരായ രണ്ടാമത്തെ സൂപ്പർ 8 മത്സരത്തിലാണ് സഞ്ജു സാംസണ് ചാൻസ് ലഭിച്ചത്. തുടരെ ഉണ്ടായ ശർമ്മയുടെയും വർമ്മയുടെയും ഫോം ഔട്ട് കാരണം ഇന്ത്യൻ ടോപ്പ് ഓർഡേഴ്സിൽ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു റൺസ് കണ്ടെത്തുവാൻ. അപ്പം ഈ സമയത്താണ് ഗൗതം ഗംഭീർ അവസാന ഒരു ഇത് എന്ന രീതിയിൽ സഞ്ജു സാംസണിനെ ഇന്ന് പരീക്ഷിച്ചത്. മുംബൈയിൽ നിന്ന് തന്നെ എല്ലാ ആരാധകരും സോഷ്യൽ മീഡിയ വഴിയായാലും എല്ലാ ഇതിലും സഞ്ജു സാംസണിന് വേണ്ടി എല്ലാവരും വാദിച്ചിരുന്നു. കാരണം ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിലാണെങ്കിൽ കൂടുതലും ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരാണ് വന്നുകൊണ്ടിരുന്നത്. ഇത് മറ്റുള്ള ടീമുകൾ അവർക്കെതിരെ ഓഫ് സ്പിന്നേഴ്സിനെ ഉപയോഗിച്ച് അവരെ നല്ല രീതിയിൽ തന്നെ പവർ പ്ലേയിൽ നിന്നും റൺ സ്കോർ ചെയ്യുന്നതിൽ തടസ്സം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. വിക്കറ്റുകളും പെട്ടെന്ന് തന്നെ എല്ലാ മത്സരങ്ങളിലും ഓൾമോസ്റ്റ് അധിക മത്സരങ്ങളിലും ഇന്ത്യയുടെ ഓപ്പണിങ്ങിൽ ഒരു ബാറ്റ്സ്മാൻ ഡക്കാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരു സമയത്ത് അഭിഷേക് ശർമ്മയാണെങ്കിൽ ലാസ്റ്റ് സൂപ്പർ 8 മാച്ചിൽ ഇഷാൻ കിഷനായിരുന്നു ഡക്കായത്. അപ്പോൾ ഇന്ന് അതിന് പകരം ഇന്ന് സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ട് ഒരു ബാറ്റിംഗ് ആണ് ചെന്നൈയിൽ കാണാൻ സാധിച്ചത്. സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സ് താരം കൂടിയാണ്. അപ്പോൾ അവരുടെ ആ വലിയൊരു ബിഗ് ഫാൻസിൻ്റെ മുമ്പിൽ സഞ്ജുവിന് ഇന്ന് വെടിക്കെട്ട് ബാറ്റിംഗ് നടത്താൻ ഇന്ത്യക്ക് വേണ്ടി സാധിച്ചു. ചുരുങ്ങിയ റൺസ് ആണെങ്കിലും ഒരു നല്ലൊരു ഫയർ മുന്നിൽ നിന്ന് കൊടുക്കാൻ സഞ്ജുവിന് സാധിച്ചു. തുടക്കത്തിൽ അഭിഷേക് ശർമ്മ ഒന്ന് പരുങ്ങിയാണ് കഴിച്ചതെങ്കിലും സഞ്ജു സാംസൺ നല്ല ഫയറായി തന്നെ അപ്പുറം ഉണ്ടായിരുന്നു. സ്കോർ സ്റ്റാർട്ട് ചെയ്ത് തന്നെ 6-ലൂടെയാണ്. പിന്നെ അഭിഷേകും ക്ലിക്കായി. നല്ല രീതിയിൽ അഭിഷേകും ബാറ്റ് ചെയ്തു. 55 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വർമ്മയും ശർമ്മയും ഇന്ന് ഫോമായിട്ടുണ്ട്. അതിന് പുറമെ അതുകൂടാതെ സഞ്ജു സാംസണും നല്ല രീതിയിൽ ഇന്ന് കളിച്ചു. സഞ്ജുവിന് ഇനിയുള്ള മത്സരങ്ങളിൽ എന്തായാലും ചാൻസ് ലഭിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വരുമ്പോൾ നമ്മൾ കണ്ടു ഓഫ് സ്പിന്നേഴ്സ് വരുന്നില്ല. കൂടാതെ ഇന്ത്യക്ക് നല്ലൊരു ടോട്ടലിലേക്ക് ഇന്ന് എത്താൻ സാധിച്ചു. 256 എന്ന ടോട്ടൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ T20 വേൾഡ് കപ്പിലെ സ്കോറാണ്. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യക്ക് ഇനിയും കളിക്കാൻ സാധിക്കട്ടെ എന്ന്